ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. അപ്പോൾ നമുക്കിന്ന് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീടുകളിൽ സാധാരണ നമ്മളിത് ഇതുപോലെ ഇടികല്ലുണ്ട്. എല്ലാവരുടെ വീടുകളിൽ ഇതുപോലെ ഇടികല്ല് കാണും അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മുളകാണേലും വെളുത്തുള്ളിയാണ് ഇഞ്ചിയാണൊക്കെ ഇങ്ങനെ ചതച്ചതിന് ശേഷം അങ്ങനെ തന്നെ തുറന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴും എന്തെങ്കിലും ആവശ്യം വരും പെട്ടെന്ന് കഴിയെ പിന്നെയും ഉപയോഗിക്കേണ്ടി വരും. പകരം ഇതുപോലെ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഡപ്പയോ അല്ലെങ്കിൽ ഗ്ലാസ്സോ നല്ല ഇതിന് കവർ ചെയ്തിരിക്കുന്ന ഗ്ലാസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെക്കുവാണെങ്കിൽ പല്ലി പാറ്റ എലി ഇങ്ങനെയൊന്നും കയർത്തൊന്നുമില്ല. ഒരു കൃമികളോ എന്തെങ്കിലും എന്താണെങ്കിലും അഴുക്കൊക്കെ ഇതിനകത്ത് കയറുമല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പല്ലിയും പാറ്റയൊക്കെ കയറും. അതൊന്നും കയറാതിരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും കഴുകി എടുക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി എടുത്തിട്ട് ആവശ്യത്തിനൊന്ന് നല്ലത് ചതച്ചിട്ട് ഒന്ന് കഴുകി പറക്കി ഇങ്ങനെ വെക്കുവാണെങ്കിൽ ഇങ്ങനെ അടച്ച് വെക്കുവാണെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ പല്ലി കാഷ്ടം കാണും അല്ലെങ്കിൽ പാറ്റ കാഷ്ടം കാണുമല്ലേ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ. വളരെ നല്ലൊരു ടിപ്പാണത്. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഒരുപാട് കത്തികൾ, അതുപോലെ കത്രികൾ, പീലറുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കാണും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ തൂക്കി ഒന്നെങ്കിലും ഇടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സൈഡിലൊരു പാത്രത്തിൽ എവിടെ ഇട്ട് വെക്കും. അപ്പോൾ ഈ നിരന്ന് വാരി കിടക്കുമ്പോൾ കുട്ടികളൊക്കെ എടുക്കാനും കൈകൾ മുറിയാനും ഒക്കെ വളരെ സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇത് ഒതുക്കി വെക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ പൊട്ടിയ കപ്പുകൾ കാണും, പ്ലാസ്റ്റിക് കപ്പുകൾ കാണും, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കാണും. പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വലിച്ചെറിയാൻ വെച്ചിരിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. പിന്നെ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഈ കത്തികളും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പിന്നെ വർക്ക് ഏരിയയിലുള്ള ഗ്രില്ലില്ലേ അവിടെ കൊണ്ടൊന്ന് തൂക്കിയിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കിച്ചനോട് ചേർന്ന് തന്നെ ഇങ്ങനെ തൂക്കി നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് എടുക്കാം. നിരന്ന് വാരി കിടക്കത്തുമില്ല. നമ്മുടെ കിച്ചനൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരുന്നോളൂ. എല്ലാം നിരന്ന് വാരി കിടക്കത്തൊന്നുമില്ല, കുട്ടികളുടെ കയ്യും മുറിയത്തില്ല. അപ്പോൾ അതേ ഇതുപോലൊന്ന് എല്ലായിടത്തും സൂക്ഷിച്ച് വെച്ച് നമുക്ക് കൊണ്ട് ഗ്രില്ലിൽ കൊണ്ട് തൂക്കിടുവാണ്. അതവിടെ സേഫായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അതായത് ഫുള്ള് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും കിച്ചൻ്റെ അവിടുത്തെ ഗ്രില്ലിലാണ് കൊണ്ട് തൂക്കി ഇടുന്നത്. അതവിടെ ഇരുന്നോളൂ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി എടുക്കുക. ഉപയോഗത്തിന് ശേഷം അതേപടി അവിടെ കൊണ്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് ഇനി ഇവിടെ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ അരിയുടെ മുകളിൽ കുറച്ച് വളയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് എല്ലാവർക്കും തോന്നും, ഇതെന്തിനാണ് ഈ അരിയിൽ വളയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഇത് കാണണമെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് ആ വീഡിയോ. അരിയിൽ പച്ചരി വളയിട്ട് വെച്ചിരിക്കുന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അരി അരിച്ചെടുക്കാനോ കഴുകിയിട്ട് അരിച്ചെടുക്കാനോ ഒന്നും അറിയത്തില്ല. പച്ചരി ആണെങ്കിലും കുത്തരി ആണെങ്കിലും ഏതരിയാണെങ്കിലും ഇപ്പോൾ കല്ലും മണ്ണും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് ആ അരിയൊക്കെ ഒന്ന് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വള മതി കേട്ടോ. ഈ ഒരു വള ഇട്ടതിന് ശേഷം ഒന്ന് അരിച്ചെടുത്ത് നോക്കിക്കേ. ഒരു തുള്ളി അരിയിൽ കല്ല് നമുക്ക് ചോറുണ്ണുമ്പോൾ കല്ല് കടിക്കില്ല കേട്ടോ. ആ കല്ല് മുഴുവൻ ആ വളയ്ക്കുള്ളിൽ കിടക്കും. ഇതെങ്ങനെയാണെന്ന് ആണ് എൻ്റെ ചാനലിൽ വീഡിയോയിൽ ഉണ്ട്. കാണാത്തവരൊന്ന് പോയി കാണൂ. കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയുടെ വേണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ടിപ്പാണ്. അതായത് നമ്മുടെ ഗ്യാസ് അടുപ്പ് നമ്മൾ എപ്പം നോക്കിയാലും നമ്മൾ ഫുഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിടും. അല്ല സോപ്പൊക്കെ വെച്ച് നല്ല പോലെയൊക്കെ ക്ലീൻ ചെയ്തിടും. എന്നിട്ട് തുടച്ചൊക്കെ ഇടും. പക്ഷേ എങ്കിൽ അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു വെളുത്ത് വട്ടത്തി പോലെ പാട് വരും. അത് സോപ്പിൻ്റെ ഇതൊക്കെയാണ്. പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും പാട് വരാതെ, പ്രത്യേകിച്ച് ഒത്തിരി പഴക്കമുള്ള ഗ്യാസ് അടുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഇതേ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഗ്യാസും നമുക്ക് ലാഭമാകും കേട്ടോ. ഗ്യാസ് അടുപ്പാണ് ആദ്യമേ നമ്മൾ സൂക്ഷിക്കേണ്ട. എന്നാലും നമ്മുടെ ഗ്യാസൊക്കെ നല്ല ലാഭമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഈ ഗ്യാസ് അടുപ്പിലേക്ക് ഞാൻ എന്താ ഒഴിക്കുന്നത് നോക്കി. ഒരു തുള്ളി വെളിച്ചെണ്ണ, ഒരു തുള്ളി മതി, ഒരുപാട് വേണ്ട. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഗ്യാസ് അടുപ്പ് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് കോട്ടൺ തുണി കൊണ്ടോ ഏറ്റവും നല്ല ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തുണി വെച്ചാണ് തുടച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ടിഷ്യൂ പേപ്പറോ അല്ല ന്യൂസ് പേപ്പറോ ഇട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തുടച്ച്
എത്ര പിന്നെ പന്നിയായിട്ട് കിടക്കുന്ന ഗ്യാസ് അടുപ്പാണെങ്കിൽ നല്ല തിളങ്ങി കിടക്കും. ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചിട്ടിട്ട് നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ വെളുത്തുള്ള വട്ടത്തിൽ പാടൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. അതിലേക്ക് വെള്ളം വീണാലും അതിലൊട്ടിപ്പിടിക്കത്തില്ല, തെന്നി പൊക്കോളും. അപ്പോൾ നിങ്ങൾ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കും, വളരെ നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ ഞാനൊന്ന് തേച്ച് കൊടുത്ത് നല്ല തുടച്ച് കാണിക്കാം. എല്ലായിടത്തും ഞാൻ ഇച്ചിരി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. ഒരു തുള്ളി വെളിച്ചെണ്ണ മതി. എന്നിട്ട് സൂപ്പറായിട്ട് അങ്ങനെ വെട്ടി തിളങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഒരിതായിട്ട് കിടപ്പുണ്ട്, കണ്ടില്ലേ, നല്ല തിളങ്ങി കിടപ്പുണ്ട്. എന്നിട്ട് നമുക്കൊരു ടവൽ വെച്ച് തുടയ്ക്കാം. ഞാൻ ഇപ്പോൾ ഒരു ടവലാണ് എടുത്തിരിക്കുന്നത്. ടവൽ കൊണ്ടൊന്ന് തുടച്ചിട്ട് നമ്മൾ ഒന്നങ്ങനെ വെച്ചാൽ മതി. നല്ലപോലെ അവിടെ ഇരുന്നോളും. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ തുരുമ്പെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നല്ല സൂപ്പറായിട്ട് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ നല്ലപോലെ തുടച്ചെടുത്തിട്ട് കാണിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അടിപൊളി ടിപ്പുകൾ. അതുപോലെ ഈ ചെറിയ സിമ്പിളായിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.